പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്ത് നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. ചിലർ ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവ് ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരര്, പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവിടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവരിത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നതായി പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്,
അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ മേരി തോമസ്, രശ്മി തോമസിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, സാക്ഷ്യം, അതിപ്പോൾ അപ്പ് ചെയ്യുന്നുണ്ട്, നോക്കിയേക്കണം. നല്ല സാക്ഷ്യമാണ്. അതിൻ്റെ കുറേ ഘടനകളുണ്ട്, ഉടമ്പടിയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർക്ക് നടുവേദനയാണെന്ന് പറഞ്ഞില്ലേ, മാറാത്ത വർഷങ്ങളുടെ നിങ്ങളുടെ നടുവേദന, അനങ്ങാൻ പാടില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർ എഴിഞ്ഞാണ് ബാത്റൂമിലൊക്കെ പോയത്, തിരിച്ചെഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു കാലത്ത് ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ്. ഇവർ ഒരു ടി വിയിലെ മുറിയൊക്കെ അടച്ചിട്ട് അച്ഛൻ്റെ ധ്യാനമില്ലേ, ധ്യാനം, ഈ അതിവാച്ച ധ്യാനം, ചൊവ്വാഴ്ച ഉള്ള ധ്യാനം എല്ലാവരും കൂടണമെന്ന് നിർബന്ധമല്ലേ. ഉടമ്പടിയിൽ അത് മൻഡേറ്ററി ആണ്. കാര്യം ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കണത്, നമുക്ക് സൗഖ്യം ലഭിക്കണത്. എത്രയോ പേരെ സൗഖ്യം പറയണത്, അത് എത്രയോ പേരാണ് ആ വചനത്തിൽ അപ്ഡേഷൻസ് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ധ്യാനം മുടക്കിയതിന് ശേഷം പിന്നെ ഉടമ്പടി പുരോഗമിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണ തിരികെത്തിച്ചിട്ട് രാവിലെ വൈകിട്ടും തിരികെത്തിക്കുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്. ഒന്നും ശരിയാകത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞതാണ് അവിടെ വെച്ച്, ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഉടമ്പടിയുടെ എല്ലാ വചനങ്ങളും ഞാൻ കൂടിക്കൊള്ളാം. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്നവരാണ്. ഉടമ്പടി ചുമ്മാ തികത്തിക്കലായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണം. അതൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും അതൊന്നും ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാനിപ്പോൾ പറയാൻ കാര്യം അറിയാമോ, ഇവർ
പള്ളിയിൽ നമ്മൾ ധ്യാനം കൂടുന്ന പോലെ കുളിച്ച് ഒരുങ്ങി ശിരോവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇവർ ഉടമ്പടി ധ്യാനം കൂടുന്നത്. പക്ഷെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച വീട്ടിൽ മുറിയടച്ചിട്ട് പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടുന്ന പോലെ അത്രയും ശ്രദ്ധയോടെയും ഭവ്യതയോടെയും പ്രാർത്ഥനയോടെയും കൂടിയാണ് അവർ കൂടുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ ധ്യാനം കൂടുന്ന ദിവസമായിരിക്കും ഇവർ നടുവിൻ്റെ വേദന കലശലാകണത്. ധ്യാനം കൂടുതൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ധ്യാനം കൂടുന്ന ദിവസം ഭയങ്കര കലശലാകും വേദന. അപ്പോൾ അത് 5-6 ആഴ്ച ആവർത്തിച്ചപ്പോഴേ ഇവർക്കൊരു സംശയമായി, ഇതെന്താ ധ്യാനമാണ്, ധ്യാനം കൂടുന്നതാണോ ഇപ്പോൾ പണി കേൾക്കണത്, എൻ്റെ എനിക്ക് അനങ്ങാൻ പാടില്ലല്ലേ, ധ്യാനം കൂടുന്നതാണോ വേദന കൂടാൻ കാരണം. അപ്പോൾ അവരുടെ ഉള്ളിലൊരു കലക്കം വന്ന് അല്ലേ. അപ്പം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ പരിശുദ്ധാത്മാവ് കലക്കത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പെന്തക്കോസ്ത ദിവസം വരെ പറയണത്. പരിശുദ്ധാത്മാവ് അവരുടെ സത്യസന്ധമുള്ള ലേഡിയല്ലേ, അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളെ നീ അങ്ങനെ കലങ്ങേണ്ട കാര്യമില്ല, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടല്ലോ, നീ അത് എന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസമുള്ളത്, നീ എന്തുകൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസത്തിൽ പ്രയോഗിച്ച് നിൻ്റെ നടുവിനെ പെരുട്ടാത്തത്, നീ എടുത്ത് പെരുട്ടിക്കേ, അപ്പം അടയാളം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ബോധം വന്നത്. ഇപ്പം എല്ലാ കാര്യങ്ങളും സത്യമാണെങ്കിൽ ചിലർക്ക് ബോധമില്ലല്ലോ. ഉടമ്പടി ഒരു ബോധമാണ്, എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ബോധം ഉണ്ടാകത്തില്ല. ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബോധമാണ്. ഇവർക്ക് അപ്പോഴാണ് ബോധം വന്നത്. ഇവർ ഉടമ്പടി തരുവ് നടുവെ പെരട്ടി, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അവർ സൗഖ്യപ്പെട്ട കാര്യം. പിന്നെ വന്നിട്ടില്ല ആ രോഗം, അതല്ല പ്രശ്നം. ഇവരുടെ കലക്കത്തിൻ്റെ കാരണം എന്താണ്, ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തിട്ടും പിന്നെ മനസ്സിനൊരു കലക്കമുണ്ട്. എന്താണ്, അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി ഉള്ളിൽ കിടകൊണ്ടാവും. നമ്മൾ ഭയങ്കര കടുത്ത വിശ്വാസിയാണ് നീ എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നീക്കിവെക്കില്ലാത്ത കാര്യം അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി. ഇപ്പോൾ ഈ നമ്മുടെ ഈ ആലപ്പുഴയിൽ, ഞാൻ ഇപ്പോൾ ആലപ്പുഴക്കാരനാണല്ലോ, ആലപ്പുഴ സെമ്മേരി പഠിക്കിയതാണ്, ഞങ്ങളുടെ വയനാട് സെമ്മേരി അവിടെ ഇരുന്നു, ആലപ്പുഴയായിരുന്നു. അന്ന് പോലെ ഇന്ന് വരെ ആലപ്പുഴ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം പോകേണ്ടി വരും. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഭയങ്കര രസകരമായ അവസ്ഥയുണ്ട്. ആലപ്പുഴ കുറേ തോടുകളുണ്ടല്ലോ, നല്ല രസമുള്ള തോടുകളാണ്. അപ്പോൾ ആ തോടുകളൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇടയ്ക്കിങ്ങനെ ആഫ്രിക്കൻ പായൽ നിറയും. അപ്പോൾ മുനിസിപ്പാലിറ്റി അത് കുറേ ആൾക്കാർക്ക് വെള്ളം, ഇപ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കുട്ടനാടിൻ്റെ ഉള്ളിലെ തോട്ടിലൊക്കെ പലയിടത്തും ആഫ്രിക്കൻ പായൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ തോട്ടിലതുണ്ട്, അത് കോരാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരതെല്ലാം മെഷീൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ കോരി മാറ്റിയാലും അത് നല്ലൊരു പൈസ ചിലവുള്ള പരിപാടിയാണതേ. എന്നാലും അവർ മനഃപൂർവ്വമാണ് അല്ലേന്നറിയാൻ പാടില്ല, കുറച്ച് പായൽ ഏതെങ്കിലും പാലത്തിൻ്റെ വളവിന തിരിവിന അല്ലെങ്കിൽ നിഴലിൽ ഇട്ടേക്കും. ഇനി മനഃപൂർവ്വം ഇടുന്നതാണ്, അത് അറിയാതെ കിടന്നപ്പോഴാണ്. എന്ത് മനഃപൂർവ്വം ഇട്ടാലും മനഃപൂർവ്വം അല്ലാതെ കിടന്നാലും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പായൽ കൊണ്ട് തോട് നിറയും. പിന്നെ പായൽ വാരുന്നവർക്ക് അതൊരു വരുമാന മാർഗമാകും. അത് എത്ര 50 കൊല്ലമായിട്ട് കാണാത്ത കാഴ്ചയാണത്. അത് സ്ഥിരം വരുമാനത്തിൻ്റെ വകുപ്പാണത് ശരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസം. നമ്മൾ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ ഒരു കണിക എവിടെയും കിടപ്പുണ്ടാവും. ദൈവം അതുകൂടി മാറ്റാൻ എപ്പോഴും നോക്കും. ഇപ്പോൾ ഈ സെമിത്തോസിന് ഒരു അവിശ്വാസത്തിൻ്റെ കണിക ഉണ്ടല്ലോ, അതുകൂടി മാറ്റിയപ്പോഴേ ആ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അവർ സുഖപ്പെട്ട സത്യം അവരുടെ സാക്ഷ്യം അവർ പറഞ്ഞു. ഞാൻ പറയണത് ഈ അവിശ്വാസത്തിനെ ട്രീറ്റ് ചെയ്യണതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയണത്. നമ്മുടെ അവിശ്വാസത്തെ കണ്ടുപിടിക്കേണ്ടതും അവിശ്വാസം ട്രീറ്റ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നീക്കുപോക്കില്ല വരുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസിയാണോ, എവിടെയാണ് എൻ്റെ അവിശ്വാസം മറഞ്ഞ് കിടക്കണത് എന്ന് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോവുകയാണ്. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം രാവിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരിക്കും അച്ഛൻ സംസാരിക്കുന്നത്. ഓരോരോ ഘട്ടങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മേരിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ?
രശ്മിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ? നീ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണില്ല, ഓർപ്പിച്ചും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓർപ്പിക്കലാണ്. അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഓരോരോ ദാനങ്ങളും ഓരോരോ വരപ്രസാദങ്ങളും നിറയാൻ വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അനുസരണയുടെ വഴി കൂടി അവൻ നടന്ന്, ഈശോ എടുത്തത് എങ്ങനെയാണ്? അവനെ മറന്നുകൊണ്ട് അനുസരണയുടെ വഴി, പിതാവിൻ്റെ അനുസരണയുടെ വഴി കൂടി അവൻ നടന്നത്, അവനെ എളിമപ്പെടുത്തിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നീ നോക്കേണ്ടത് അതാ, നമ്മൾ ബൈബിൾ അരമണിക്കൂർ വായിക്കുമെന്ന് പറയില്ലേ? ഏത് കാര്യവും നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിൽ സ്നേഹം കാണിക്കണ്ട, ഇല്ല വചനം പാലിക്കണ്ട. അതാണ് നിന്നെ തന്നെ മറക്കുക. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മളെ തന്നെ നമ്മൾ അവഗണിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരാളെ ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെയോ ആണ്, എന്നോട് ഇവരിത് ചെയ്ത്, എന്നോടെന്നൊരു തോന്നൽ വരും. നിന്നെ അവഗണിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അനുസരണ എന്താണ്? നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത് നീ ക്ഷമിക്കുക. ഇപ്പോൾ ഇന്നലെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ കാർമൽ ആശ്രമത്തിലാണ് പോകുന്നത്. ദിവസം അവിടെ ഡോൺ ബോസ്കോ പോവും, പിന്നെ അല്ലെങ്കിൽ കാർമൽ ആശ്രമത്തിൽ പോകും, കോയമ്പത്തൂർ. അപ്പോൾ ഞാൻ നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുർബാനയ്ക്ക് മുമ്പേ പോയിട്ട് ഒരു കൊന്ത ചൊല്ലും, ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് പുറകിലിരുന്ന ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് ആ കാറൊന്ന് ഗേറ്റിൽ ഇരുന്ന് മാറ്റി വയ്ക്കണമെന്ന്. ഞാൻ ശ്രദ്ധിച്ചാണ് കാറ് നിർത്തിയിരിക്കുന്നത്. അവിടെ ബൈക്ക് മാത്രമേ അകത്ത് കയറുള്ളൂ, ഗേറ്റിൻ്റെ അകത്ത്. അവിടെ 4-5 ബൈക്ക് കയറാൻ പറ്റുമോ? അങ്ങനെ നല്ല വഴിയുണ്ട്. പക്ഷെ അവർ വന്ന് എന്നോട് പറഞ്ഞ് മനസ്സിന് സങ്കടം തോന്നി. അപ്പം തന്നെ ഓർമ്മ വന്ന്, അവർ 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ 2 മൈൽ നടക്കുക എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തന്നെ അവഗണിക്കുക എന്ന് പറയണത്. ഞാൻ അവിടെ നിന്ന് എണിച്ചു പോയിട്ട് അവർ ഇച്ചിരി മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ കുറച്ച് അധികമായിട്ട് മാറ്റി വെച്ചിട്ട് അപ്പുറത്തെ അതിൻ്റെ ഡബിളായിട്ട് മാറ്റി വെച്ച്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ സങ്കടമുണ്ടോ? ആവശ്യമില്ലാതെ നമുക്ക് അനീതിയല്ലേ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കാം. അനീതി നടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കണമെങ്കിൽ നിന്നെ ഓർക്കുമ്പോഴാണ് നിനക്ക് തോന്നിക്കുന്നത് നിനക്ക് അനീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞ്, ഇല്ല അയൽക്കാരിങ്ങനെ പറഞ്ഞ്, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ്, ഭാര്യ ഇങ്ങനെ പറഞ്ഞ്, മക്കളിങ്ങനെ കാണിച്ച്, എന്നോടൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ എൻ്റെ തന്നെ ഇല്ല, നിന്നെ അവഗണിക്കുക. അതിനെക്കുറിച്ച് സങ്കടപ്പെടരുത്. അതാണ് കുരിശ് എടുക്കാനുള്ള യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് കുരിശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈശോ അനുവദിച്ചു തന്നതാണ്. അങ്ങനെയാണ് കുരിശ് എടുക്കുക. നിന്നെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നീ വചനം പാലിക്കുമ്പോൾ നീ നിന്നെക്കുറിച്ച് ഓർക്കണ്ട. എന്നോടിങ്ങനെ ചെയ്ത്, എനിക്കിത് സംഭവിച്ച്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, അത് ഓർക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയണ പോലെ നിനക്കുള്ള ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം അത് ഏറ്റെടുക്കുക. കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈശോ അനുവദിച്ച് തന്നതാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക. തരുന്നതെല്ലാം യോഹന്നാൻ 17:7 എനിക്ക് വരുന്നതെല്ലാം അങ്ങേ അറിഞ്ഞുകൊണ്ടാണ്, അവിടെ ഇരുന്നാണ് വരുന്നത്, അനുവദിച്ച് തരുന്നത്. അത് ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അയ്യോ വലിയ ഭാരമാണല്ലോ, ബ്രദർ പറയുകയും ചെയ്ത്, ക്ലാസ്സിൽ പറയുകയും ചെയ്തു, പക്ഷേ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കുക? അപ്പോൾ വലിയ സങ്കടം കൊണ്ടാണ് പല സ്ഥലത്തും ഇരുന്ന് പെട്ടെന്ന് നമുക്കതിൻ്റെ നിയമങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മെത്തേഡ് ഇതാ, ദൈവമായിട്ട് ഒന്ന് ചേരാനുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വലിയ ഭാരമായിട്ട് മനസ്സിൽ തോന്നിക്കും. നമുക്ക് സങ്കടം വരുമ്പോൾ അയ്യോ ഇതെന്ത് സംഭവിക്കും, ഇതെങ്ങനെ തീരും ഈ പ്രശ്നം? ചിലവരൊക്കെ വിളിക്കുന്ന എനിക്ക് കാണാം,
5 കോടി കടമൊക്കെ ഉണ്ടാവും, 2 കോടി കടം, എല്ലാം ബാങ്കിലാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജോലി പോലും ഇല്ല, ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഭാരമായിട്ട് നിൽക്കും. ഇതൊക്കെ ഏറ്റെടുക്കാനൊക്കെ തോന്നും, ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സമർപ്പിച്ചെന്നൊക്കെ പറഞ്ഞാലും അത് വലിയ ഭാരമായിട്ട് തോന്നിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈശോ തന്നെ മത്തായി 11:28-29 പറഞ്ഞിരിക്കുന്ന, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. അപ്പോൾ ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഈശോ 2 കാര്യം പറയുന്നുണ്ട്. നീ എന്നെ കണ്ട് പഠിക്കുക, ശാന്തശീലനും വിനീത ഹൃദയനും ഞാനുള്ളതുപോലെ നീയുമാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെയാണ് ശാന്തശീലത കൊണ്ടുവരുന്നത് നമ്മളിലേക്ക്? ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഒരു ബോധ്യം തന്നെയാണ്. ശാന്തശീലത എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാത്തിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ നിയന്ത്രണം, എന്നോടുള്ള നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഗോഡ് കൺട്രോൾസ് മീ. ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യമാണ് ശാന്തശീലത. അങ്ങനെ ഉണ്ടെങ്കിൽ നീ വിഷമിക്കില്ല, പിറുപിറുക്കില്ല. അപ്പോൾ ഇത് നിനക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യണ, എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഈശോ ആണ്, ദൈവമാണ്. ഞാൻ എന്തിനാണ് വിഷമിക്കേണ്ടത്? അത് വരുന്ന പോലെ തന്നെ ദൈവമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതെന്നെ ഒന്നും ചെയ്യില്ല. അത് ശാന്തശീലത. അങ്ങനെ നിനക്ക് ബോധ്യത്തോടെ അത് വിഷമിക്കാതെ പിറുപിറുക്കരുത്. ഫിലിപ്പിയർ 2:14. ഒരിക്കലും കുറ്റം പറയരുത്, പിറുപിറുക്കരുത് ദൈവത്തിൻ്റെ മക്കളാവുമ്പോഴത്തേക്കും. അതാണ് വേണ്ടിയത്. പിറുപിറുക്കാതെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ നാളെ എന്ത് ചെയ്യും, ബാങ്കുകാർ വരുമല്ലോ, എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, ഇതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കൂടെ എളിമപ്പെടണം. എളിമപ്പെടേണ്ടത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മ മാതാവ് ലൂക്ക 1:38 ഇതാ നിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഉടമ്പടി കാലത്തെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം. ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് എന്നുള്ളൊരു പരിപൂർണ ബോധ്യം നിനക്കുണ്ടാകണം. അപ്പോൾ ദാസി എങ്ങനെയുള്ളവരായിരിക്കണം? ദാസനും ദാസിയും ലൂക്ക 17:9 അവൻ നന്ദി അർഹിക്കുന്നതില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രവർത്തിക്കുന്നതിൽ ഒന്നും, നമ്മൾ ദൈവകാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുമ്പോഴും നീ ഒന്നും അവിടെ ഇരുന്ന് പ്രതീക്ഷിക്കേണ്ട, നന്ദി പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നീ പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അംഗീകാരം കിട്ടണ്ട. അതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അംഗീകാരം ഉണ്ടാ, എൻ്റെ കുടുംബത്തിലുണ്ടാ. ഞാൻ ചെയ്യുന്ന ഒന്നും എൻ്റെ ഭർത്താവ് അറിയുന്നില്ലല്ലോ, മക്കൾ അറിയണമല്ലോ, ഞാൻ സഹായിക്കുന്ന, ഞാൻ ജോലി ചെയ്യുന്ന ഒന്നും അവരറിയുന്നില്ലല്ലോ. ആ ഒരു മനനില മാറ്റിയെടുക്കണം. ആ ഒരു ഇത് നിങ്ങളെ മനസ്സ് മാറ്റിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്തു നോക്കിക്കോ, ഉറപ്പായിട്ട് ഭാരം നിങ്ങൾക്ക് തോന്നിക്കില്ല, ലഘുവായിട്ട് തോന്നും. നിങ്ങളെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തോന്നിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പുറമേ ഇരുന്ന് കാണുമ്പോഴാണ് കുരിശും അത് വലിയ സഹനവും പീഡാനുഭവമായിട്ട് നമുക്ക് തോന്നുന്ന. അതിൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ചെറുതില്ല, അത് വലിയ അനുഭവം തന്നെയാണ്. ഒരു 2003 ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ വന്ന്. അപ്പോൾ അന്നാണ് പരിചയപ്പെടുന്നത് ഇവിടെ കൃപാസനത്തേക്ക് തന്നെ. അപ്പോൾ വലിയ ബിസിനസ്സിലൊക്കെ വലിയ പ്രശ്നമാണ്. എൻ്റെ കച്ചവടത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരം സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും, അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് നിനക്കെതിരെ CBI ഇൻവെസ്റ്റിഗേഷൻ വരുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. CBI പോയിട്ട് ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അച്ഛൻ പറഞ്ഞ് കൃപാസന മാതാവ് സഹായിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൃപാസന മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞാലും അത് ഭാരം തന്നെയാണ്.
പക്ഷെ അത് 2008 ആയപ്പോഴത്തേക്കും ഇത് അച്ഛൻ പറഞ്ഞ 2006 എന്തോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മെസ്സേജ് കിട്ടിയതാ. ഹല്ലേലൂയ. 2008 ആയപ്പോഴത്തേക്കും പറഞ്ഞ പോലെ തന്നെ CBI ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ പുറത്ത് വന്നു. അത് കുറേ പേര് കള്ളക്കേസെല്ലാം കൊടുത്ത് ഉള്ളത് ഇല്ലാത്തതെല്ലാം പറഞ്ഞ്, പക്ഷേ അത് ദൈവം മാതാവ് അനുവദിച്ചതെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.